So coming to the phase contrast microscope, it was originally developed by Frederick Zernick in 1934. 1934 Frederick Zernick എന്ന് പറയുന്ന ആളാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. അതുകൊണ്ട് തന്നെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന് സെർണിക് മൈക്രോസ്കോപ്പ് എന്നും പറയാറുണ്ട്. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണമെന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഈസ് മോർ വാല്യുബിൾ ഇൻ ജനറൽ ബയോളജി. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി അൺസ്റ്റെയിൻഡ് ലിവിംഗ് സെൽസ് ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ഇന്റേണൽ സ്ട്രക്ചർ ഇൻ ലിവിംഗ് സെൽസ്. അൺസ്റ്റെയിൻഡ് ലിവിംഗ് സെൽസ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി ലിവിംഗ് സെൽസ്. സെൽസിന്റെ ലിവിംഗ് കണ്ടീഷനിൽ അവരുടെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെൽസിനെ സ്റ്റെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ഫിക്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിമെനെ വ്യൂ ചെയ്യണത്. അതായത് അതോടുകൂടി ആ ഓർഗാനിസം ചത്തുപോകും. പക്ഷേ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ ഹീറ്റ് ഫിക്സിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലിവിങ് സ്റ്റേറ്റിൽ ഓർഗാനിസംസിനെ അല്ലെങ്കിൽ സ്പെസിമെനെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ഫിക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓർഗാനിസം ചത്തു കഴിയുമ്പോൾ അവരുടെ സ്ട്രക്ചറിന്, ഇന്റേണൽ ഓർഗാനിസിനൊക്കെ വ്യത്യാസങ്ങളും ഒക്കെ ഡിസ്റ്റോർഷനൊക്കെ സംഭവിക്കാം. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനാണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. To study flagellar movements and motility of bacteria and protozoans. ബാക്ടീരിയയുടെയും പ്രോട്ടോസോവൻസിന്റെയൊക്കെ ഫ്ലജല്ലാർ മൂവ്മെന്റ്സ്, മോട്ടിലിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. ഈ ഫ്ലജല്ലാർ മൂവ്മെന്റ്സ്, മോട്ടിലിറ്റി ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഓർഗാനിസമിന്റെ ലിവിങ് സ്റ്റേറ്റിലായിരിക്കണം അല്ലേ. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കാണണം, ആ ഫ്ലജല്ലാർ മൂവ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് യൂസ് എന്താണ്? ടു സ്റ്റഡി ഇൻഡസ്റ്റൈനൽ ആൻഡ് അതർ ലൈവ് പ്രോട്ടോസോവ സച്ച് ആസ് അമീബ ആൻഡ് ട്രൈക്കോമോണാസ്. നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള പാരസൈറ്റ്സ് പോലെ ജീവിക്കുന്ന പ്രോട്ടോസോവ, അമീബ, ട്രൈക്കോമോണാസ് അതിനെയൊക്കെ നമ്മൾ ഇൻഡസ്റ്റൈനിലെ ലൈവ് കണ്ടീഷനിൽ ഒബ്സർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സ്റ്റഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഉപയോഗിക്കും. ടു എക്സാമിൻ ഫംഗൈ ഗ്രോൺ ഇൻ കൾച്ചർ. പിന്നെ ഫംഗൈനെ ഒബ്സർവ് ചെയ്യാനും ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് കോൺട്രാസ്റ്റ് ടു സ്റ്റഡി ആൻ അൺസ്റ്റെയിൻഡ് ലിവിംഗ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ എന്താണ്? അൺസ്റ്റെയിൻഡ് ലിവിംഗ് മൈക്രോ ഓർഗാനിസമിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ്, അവരുടെ കോൺട്രാസ്റ്റിന്റെ ബേസിലാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്. Light rays passing through the specimen are partially deflected by the different densities or thickness or refractive indices of the microbial cells or cell structures in the specimen. അതായത് ലൈറ്റ് റേസ് ഒരു സ്പെസിമെനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ സ്പെസിമെനിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ബേസിൽ, അതായത് ഈ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പല ഓർഗൻസിന്റെയും തിക്നെസ്സും കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. ആ തിക്നെസ് അനുസരിച്ച് അതിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ കോൺട്രാസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യാൻ വേണ്ടി, സ്പെസിമെൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. The greater refractive index of an object, the more light beam is slowed. ഒരു ഒബ്ജക്റ്റില് എന്താണ്, ഒരു സ്പെസിമെന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അത്രയും ലൈറ്റ് ബീമിന്റെ സ്ലോ ചെയ്യപ്പെടും. അതിൽ കൂടെ ലൈറ്റ് സ്പെസിമെനിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് സ്ലോ ചെയ്യപ്പെടും. ആ എത്രത്തോളം സ്ലോ ആണ് കൂടുന്നത് എന്ന് വെച്ചാൽ, എത്രത്തോളം സ്ലോ ആവുന്നോ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. These differences in light intensity translate into differences that provide contrast അല്ലെങ്കിൽ ഫേസ് കോൺട്രാസ്റ്റ്. അതായത് ഈ സ്പെസിമെനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ വരുന്ന ഡിഫറൻസസ്,
അതായത് തിന്നായിട്ടുള്ള റീജിയനിൽ കൂടെ പെട്ടെന്ന് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, തിക്കായിട്ടുള്ളതിൽ കൂടെ അതിനനുസരിച്ച് സ്ലോ ചെയ്യപ്പെടും. ആ ലൈറ്റ് ഇന്റൻസിറ്റിയുടെ ഡിഫറൻസസ് ആണ് നമുക്ക് എന്താണ് ഇറ്റ് പ്രൊവൈഡ് കോൺട്രാസ്റ്റ്, ഫേസ് കോൺട്രാസ്റ്റ്. അങ്ങനെയാണ് ആ കോൺട്രാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ലൈറ്റ് പാസ് ചെയ്യുന്ന ഇന്റൻസിറ്റിയുടെ വ്യത്യാസം അനുസരിച്ചിട്ട്. ആസ് എ റിസൾട്ട് സം സ്ട്രക്ചേഴ്സ് അപ്പിയർ ഡാർക്കർ or dark grey against bright background. ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്പെസിമെനെ ഡാർക്കായിട്ട് അല്ലെങ്കിൽ ഗ്രേ കളറായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്പെസിമെന്റെ തിക്നെസ് എങ്ങനെയുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ള ബേസിലാണ് നമ്മൾ ഡാർക്കായിട്ടോ ഡാർക്ക് ഗ്രേ ആയിട്ടോ ഒക്കെ കാണുന്നത്. ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന് രണ്ട് സ്പെഷ്യൽ ഒപ്റ്റിക്കൽ സിസ്റ്റമാണ് വേണ്ടത്. A phase contrast objective and a phase contrast condenser. ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് സ്പെഷ്യൽ ആണ്, കണ്ടൻസർ ലെൻസും സ്പെഷ്യൽ ആണ്. ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന് യുണീക്ക് ആയിട്ടുള്ളതാണ്. അതായത് ഫേസ് കോൺട്രാസ്റ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ് കണ്ടൻസർ. ഇനി എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നാണ് പറയാൻ പോകുന്നത്. ലൈറ്റ് റേസ് while passing through the object specimen on slide will emerge in different phases at direct and diffracted beams which are passed through different thickness in faceplate. Faceplate എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ എന്താണ് കമ്പോണന്റ് ഉണ്ട് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതിന്റെ സർക്കംഫറൻസിൽ ചുറ്റിനും എന്താണ് ഒരു ഗ്രൂവ് ഉണ്ടാവും. ആ ഗ്രൂവും ഇതും കൂടിയുള്ളതാണ് നമ്മൾ ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഫേസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഫേസ് റിംഗ് വട്ടത്തിലുള്ളൊരു ഫേസ് പ്ലേറ്റ് ഉണ്ട്. അതിന്റെ ചുറ്റിലും ഒരു വട്ടത്തിലൊരു ഗ്രൂവ് ഉണ്ട്. അപ്പൊ ഗ്രൂവില് തിക്നെസ് കുറവായിരിക്കും. ഫേസ് പ്ലേറ്റ് in a disc of glass with a circular trough etched in the back focal plane of the ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ബാക്കിലായിട്ടാണ് ഈ ഫേസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഫേസ് റിങ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ ഫേസ് പ്ലേറ്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് ഡിഫ്രാക്റ്റഡ് റേസ്, അതായത് ഈ സ്പെസിമെനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന്റെ സ്പെസിമെന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിന്റെ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന്റെ തിക്നെസ് അനുസരിച്ച് വ്യത്യാസത്തില് ഡിഫ്രാക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് റേസിനെ അവരെ വീണ്ടും എന്താണ് സ്ലോ ആക്കുകയാണ് ചെയ്യണത്. എന്തിനാ? ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഫേസ് കോൺട്രാസ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, പല ഇന്റേണൽ സ്ട്രക്ചറിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഈ അധികം ഡീവിയേഷൻ വന്നിട്ടുള്ളതിന് ഡയറക്റ്റ് റേസ് എന്ന് പറയും, ഡീവിയേഷൻ വന്നിട്ടുള്ളതിന് ഡിഫ്രാക്റ്റഡ് റേസ് എന്ന് പറയും. ഈ ഡിഫ്രാക്റ്റഡ് റേസ് ആണ് നമുക്ക് എന്താണ് ഡാർക്കർ കളറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ അതിനെ കൂടുതൽ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ കൂടുതൽ ഫേസ് ഡിഫറൻസ്, കോൺട്രാസ്റ്റ് ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് റിംഗ് ഉപയോഗിക്കുന്നത്. ഈ ഡിഫ്രാക്റ്റഡ് റേസ് ഫേസ് റിംഗിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കൂടെ സ്ലോ ആവും. ഡയറക്റ്റ് റേസ് പെട്ടെന്ന് കടന്നു പോകും, ഡിഫ്രാക്റ്റഡ് റേസ് പതിയെയാണ് കടന്നു പോകുള്ളൂ. അപ്പൊ ആ ഫേസ് ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യലാണ് ഈ ഫേസ് റിംഗിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ആ ഡിഫറൻസ് കണ്ടിട്ട് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് കാണിക്കുന്ന ഫിഗർ. അപ്പൊ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്നു. ഇത് കണ്ടൻസർ ലെൻസ് ആണ്. ദെൻ ഇത് ഈ കാണുന്ന ഈ ബാറാണ് നമ്മുടെ സ്പെസിമെൻ. ഒബ്ജക്റ്റീവ് ലെൻസ് കഴിഞ്ഞിട്ട് ഫേസ് റിംഗ്. അപ്പോൾ ലൈറ്റ് ഇതിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ കണ്ടൻസറിന്റെ അവിടെ ഒരു ആനുലാർ ഡയഫ്രം കൂടിയുണ്ട്. ആനുലാർ ഡയഫ്രം ഓൺ എ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഫിറ്റഡ് ടു ദി ബോട്ടം ഓഫ് ദി കണ്ടൻസർ. കണ്ടൻസറിന്റെ പുറകിലായിട്ട് ആനുലാർ ഡയഫ്രം കൂടി ഉണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ ഈ ലൈറ്റ് റേസിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കണ്ടൻസറിലേക്ക് സ്പെസിമെനിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആനുലാർ സ്റ്റോപ്പ് അല്ലെങ്കിൽ ആനുലാർ ഡയഫ്രം ഉള്ളത്. ലൈറ്റ് റേസ് ഇതിൽ കൂടെ പാസ് ചെയ്ത് സ്പെസിമെനിൽ വന്നു. സ്പെസിമെനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലൈറ്റ് റേസിന് ഡിഫ്രാക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യണത്. ഈ ആരോ ഇവിടെയല്ല വരേണ്ടത്, ഇതാണ് കേട്ടോ.
അപ്പം എന്താണ് ഈ ഡിഫ്രാക്റ്റഡ് ഈ സ്പെസിമെനിൽ കൂടെ പാസ് ചെയ്തപ്പോൾ ആ സ്പെസിമെന്റെ പല ഭാഗത്തുള്ള തിക്നെസിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ലൈറ്റ് റേസിന് ഡിഫ്രാക്ഷൻ സംഭവിച്ചു. അപ്പോൾ ആ ഡിഫ്രാക്ഷൻ സംഭവിച്ചതിന് അതിന്റെ 1/4 ആയിട്ട് വീണ്ടും റിട്ടാർഡ് ചെയ്യലാണ് നമ്മുടെ ഈ ഫേസ് റിങ്ങിന്റെ ഫംഗ്ഷൻ. ഫേസ് റിങ് ഇങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഡിഫ്രാക്ഷൻ സംഭവിക്കാത്ത ലൈറ്റ് റേസ്, അതായത് ഡയറക്റ്റ് റേസ് ഗ്രൂവിൽ കൂടെ കടന്നു പോകും. അപ്പൊ എന്താ, പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് സ്പീഡിൽ ആ ലൈറ്റ് റേസ് കടന്നു പോകും. ഡിഫ്രാക്ഷൻ സംഭവിക്കാത്ത, അതായത് തിക്നെസ് കുറഞ്ഞ ഭാഗത്ത് കൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ്. ഇനി പല തിക്നെസ് അനുസരിച്ച് ഡിഫ്രാക്ഷൻ സംഭവിച്ച ലൈറ്റ് റേസ് ഈ ഫേസ് റിങ്ങിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഡിഫ്രാക്ഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ ഈ ഗ്രൂവ് ഉണ്ടല്ലോ, ഫേസ് റിങ്ങിലുള്ള ഗ്രൂവ് മിസ്സായി പോകും. ആ ഗ്രൂവിൽ കൂടെ കയറാൻ പറ്റില്ല ഡിഫ്രാക്റ്റഡ് റേസിന്. അവര് അല്ലാത്ത പോർഷനിൽ കൂടെയാണ്, തിക്ക് ആയിട്ടുള്ള പോർഷനിൽ കൂടെയാണ് പോണത്. അപ്പൊ എന്താ, അതിനെ വീണ്ടും റിട്ടാർഡ് ചെയ്യാണ് ചെയ്യണത്. അതായത് ഞാനൊന്നുകൂടെ പറയാം, തിക്നെസ് കൂടിയ സ്പെസിമെന്റെ പോർഷൻസിൽ കൂടെ പോകുന്ന ലൈറ്റ് റേസിന് ഡിഫ്രാക്ഷൻ സംഭവിക്കും. ഡിഫ്രാക്ഷൻ സംഭവിച്ച ലൈറ്റ് റേസിന് ഈ ഫേസ് റിങ്ങിൽ എത്തുമ്പോൾ ഫേസ് റിങ്ങിന് ഗ്രൂവ് ആണെന്ന് പറഞ്ഞു. ആ ഗ്രൂവിൽ കൂടെ കയറാൻ പറ്റില്ല. ഡിഫ്രാക്ഷൻ സംഭവിച്ചതുകൊണ്ട് വഴി തെറ്റി ഗ്രൂവ് അല്ലാത്ത പോർഷനിൽ കൂടെയാണ് കയറുക. ആ പോർഷനിൽ കൂടെ കയറുമ്പോൾ വീണ്ടും ആ ലൈറ്റ് റേസിനെ സ്ലോ ചെയ്യാണ് ചെയ്യണത്. ഈ ഫേസ് റിങ് ആ ഡിഫ്രാക്റ്റഡ് റേസിനെ റിട്ടാർഡ് ചെയ്യും. അപ്പൊ അത് വീണ്ടും ലൈറ്റ് റേസിന്റെ പാസേജ് ട്രാൻസ്മിഷൻ സ്ലോ ആകും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്പെസിമെനിൽ കൂടെ തിക്നെസ് കുറവുള്ള പോർഷനിൽ കൂടെ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള ഇന്റേണൽ സ്ട്രക്ചറിൽ കൂടെ പോയ ഡയറക്റ്റ് റേസ്, അവിടെ ഡിഫ്രാക്ഷൻ നടന്നിട്ടില്ല. ഡയറക്റ്റ് റേസ് ഈ ഫേസ് പ്ലേറ്റിന്റെ ഗ്രൂവിൽ കൂടെ കയറി പെട്ടെന്ന് തന്നെ സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഡിഫ്രാക്ഷൻ സംഭവിച്ചത് സ്ലോ ആയി, ഡിഫ്രാക്ഷൻ സംഭവിക്കാത്ത ലൈറ്റ് റേസ് സ്പീഡായി. അപ്പൊ ഈ ഫേസ് ഡിഫറൻസസിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഇമേജസ് ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ഡാർക്കർ കളറായിട്ട് കാണുന്നത്. ഇതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ.